നമുക്കെല്ലാവർക്കും ധന്യമായ ഒരവസരമായിരുന്നു. ബുദ്ധിക്കും മനസ്സിനും ഹൃദയത്തിനും ആനന്ദം നൽകുന്ന അനുഗ്രഹപ്രദമായ പിതാക്കന്മാരുടെ പ്രഭാഷണങ്ങൾ, അതുപോലെ തന്നെ അനുഗ്രഹമായി നൽകുന്ന സന്ദേശങ്ങൾ, മനോഹരമായ ഗാനങ്ങൾ, ക്ലാസിക്കൽ ടച്ചുള്ള മനോഹരമായ ഡാൻസ്, മാർഗംകളി, ഇങ്ങനെയുള്ള നല്ല പരിപാടികൾ ഇവിടെ അവതരിപ്പിച്ചു. തീർച്ചയായും ആ സ്നേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻസ് പലതരത്തിൽ അത് പുറത്ത് പ്രകടിപ്പിക്കുകയായിരുന്നു. അതിനെല്ലാം ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. പൗരോഹിത്യം ദൈവത്തിൻ്റെ ഒരു വരദാനമാണ്. അത് ദൈവം ഇഷ്ടമുള്ളവർക്ക് നൽകുന്നു. ഈശോ താൻ ഇഷ്ടപ്പെട്ടവരെ വിളിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള പൗരോഹിത്യ പാതയിലേക്ക് കടന്നു വരുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. എൻ്റെ പ്രവർത്തനങ്ങളിൽ ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിൽ ധാരാളം ആളുകൾ അവരിലൂടെ അവരുടെ സ്നേഹം അനുഭവിക്കുവാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ധാരാളം ആളുകൾ, അതിനുള്ള അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന് കാരണക്കാരായ അഭിവന്ദ പിതാക്കന്മാരെയും ബഹുമാനപ്പെട്ട വൈദികരെയും എന്നെ വളർത്തിയ ഗുരുഭൂതന്മാരെയും മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും എല്ലാം ഞാൻ വളരെ സ്നേഹപൂർവ്വം നന്ദിപൂർവ്വം അനുസ്മരിക്കുകയാണ്. മുണ്ടാമറം അച്ഛൻ പറഞ്ഞതുപോലെ വളരെയധികം ഭാഗ്യങ്ങൾ എനിക്ക് വീണ് കിട്ടിയിട്ടുണ്ട്. കോട്ടയത്തെ പരിശുദ്ധ പിതാവ് വന്നപ്പോൾ അന്ന് മൈക്ക് പിടിച്ചിരുന്നത് ഞാനായിരുന്നു. അന്ന് അതിവികാരൻ്റെ ഗാനം, ഈശോ നീ വന്നാലെന്നുള്ള ഗാനം എഴുതുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അന്ന് മുതൽ ധാരാളം അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ലോകത്തിലുള്ള വലിയ മഹാന്മാരായ ആളുകളെ നേരിൽ കാണുവാനും സംസാരിക്കുവാനും സാധിച്ചിട്ടുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായെ കാണുവാനും സംസാരിക്കുവാനും ഷെയ്ക്കാൻ്റെ കൊടുക്കുവാനും, ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ പിതാവാകുന്നതിന് മുൻപ് ആ വത്തിക്കാൻ സ്ക്വയറിലൂടെ നടക്കുമ്പോൾ ഒന്നിച്ച് തോളോട് ചേർന്ന് നടന്ന് സംസാരിച്ച് കടന്നു പോയിട്ടുണ്ട്, ഞാൻ ഓർക്കുകയാണ്. മദർ തെരേസയെ വ്യക്തിപരമായി കണ്ട് ഞാൻ സംസാരിച്ച അവസരം ഞാൻ ഓർക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രഗത്ഭരായ പണ്ഡിതരായ ആളുകൾ, ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ലോകപ്രസിദ്ധ സുറിയാനി പണ്ഡിതനായ സെബാസ്റ്റ്യൻ ബ്രോക്ക്, അതുപോലെ തന്നെ ആരാധനക്രമ രംഗത്തെ ലോകത്തെ ഏറ്റവും വലിയ പ്രഗത്ഭന്മാരായ റോബർട്ട് ടാഫ്റ്റ്, യൂസിഫ് അച്ഛൻ, ഇങ്ങനെയുള്ള വലിയ മഹത്തായ ആളുകൾ കണ്ടുമുട്ടാനൊക്കെ ഇടയായിട്ടുണ്ട്. അവരുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. ഇതെല്ലാം തീർച്ചയായും വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളായി മാത്രമാണ് ഞാൻ കരുതുന്നത്. അവരുടെയൊക്കെ ജീവിതത്തിൽ കാണുന്ന ലാളിത്യം, അവരുടെ പ്രതിബദ്ധത, സ്നേഹം, ഇതൊക്കെ എനിക്ക് വലിയ പ്രചോദനങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ധാരാളമായി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുള്ള ആ ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ ശിരസ്സ് നമിക്കുകയാണ്. നൽകിയ അവസരങ്ങൾ, നല്ല നല്ല അവസരങ്ങൾ, മഹാന്മാരായ ആളുകളുടെ എണ്ണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കടന്നു വരുന്ന ആ ഓരോരുത്തരും, നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ മനുഷ്യനും ഓരോ ഇതിഹാസമാണ് എന്നാണ് പറയുന്നത്. ഓരോ മനുഷ്യൻ്റെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. അങ്ങനെ ഓരോ മനുഷ്യനിലും അവരിലെ നന്മ മനസ്സിലാക്കി അവരെ ആദരിച്ച് അവരെ സ്നേഹിച്ച് ജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിതം ഐശ്വര്യപൂർണമാകും, ധന്യമായി തീരും. അതുകൊണ്ട് അറിയപ്പെടുന്നവരായ ആ മഹാന്മാർ മാത്രമല്ല, അറിയപ്പെടാത്തവരായ ജീവിതാനുഭവങ്ങളുടെ, പ്രായോഗിക ജ്ഞാനത്തിൻ്റെ അനുഭവങ്ങളുള്ള ധാരാളം ആളുകൾ അവരുമായി ബന്ധപ്പെടുവാൻ, ഇടപെടുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞാൻ നന്ദിപൂർവ്വം ദൈവത്തിൻ്റെ വരദാനമായി ഞാൻ മനസ്സിലാക്കുകയും അതിന് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ വന്ന് സന്ദേശം നൽകിയ അഭിവന്ദ ഗൂറിലോസ് പിതാവ്, അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രചോദനവും മാർഗദൈവവുമായ അഭിവന്ദ പെരുന്തോട്ടം പിതാവ്, ഇവിടെ സന്ദേശം നൽകിയ എൻ്റെ സഹപ്രവർത്തകർ ആയ ബഹുമാനപ്പെട്ട പാലക്കിലച്ചൻ, ബഹുമാനപ്പെട്ട KT സെബാസ്റ്റ്യൻ സാറ്, എപ്പോഴും പുതിയ പുതിയ ആശയങ്ങൾ, സന്ദേശങ്ങൾ അദ്ദേഹം നൽകും. നമ്മളുടെ മെത്രാന്മാരുടെ കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ അൽമായരുടെ കാര്യങ്ങളും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ സമയമില്ല. ഈ മലങ്കര ഓർത്തഡോക്സ് അൽമായരുടെ പ്രത്യേകത, അവരുടെ അൽമായരിലും പ്രത്യേകതയുണ്ട്. അവരോട് ചേർന്ന് ദേവസ്യാഴ്ച, കറിയാഴ്ച ഇവിടെ ഒരു പ്രോജക്റ്റ് നടക്കുന്നു, ഇവിടെ അതിരൂപതയുടെ പരിപാടി, ഇച്ചിരി ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അവർ വളരെ എന്താണ് വെച്ചാൽ വേണ്ടെന്ന് പറഞ്ഞാൽ മുമ്പിൽ നിൽക്കും. ഇതുപോലെ നമ്മളുടെ സഹകരണം, സ്നേഹം നമ്മളുടെ ആളുകൾക്കും കുറെ കൂടെ വർദ്ധിക്കണം. ഒരുപക്ഷെ ഈ ക്ലറിക്കലിസം വർദ്ധിച്ചതുകൊണ്ടാവാം ഒരുപക്ഷെ
ഈ ഒരു പരസ്പര ആശ്രയ മനോഭാവം കുറഞ്ഞത് അത് നമ്മൾ വളർത്തിയെടുക്കണം.